അവിടെയാ മോനെ നിനക്ക് തെറ്റിയത്. സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയാൽ അതപ്പ ദേവനും ചെയ്യേ അറിയും. മക്കളെ, അത്രയ്ക്ക് കഷ്ടപ്പെട്ട അവര് കാശുണ്ടാക്കിയതും ഇന്ന് അവർ ഈ നിലയിൽ ജീവിക്കുന്നതും. ഈ കുടുംബത്തിന് വേണ്ടി തന്നെ സൂര്യ എത്രമാത്രം കാശ് ചെലവാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ സൂര്യഭാവനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ സൂര്യ ഒരുപാട് കാശ് ഈ കുടുംബത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുമുണ്ട്. അതൊക്കെ ആര് മറന്നാലും അമ്മ മറക്കത്തില്ല. ഇപ്പൊ ഭാനുവിനെ പഠിപ്പിക്കുന്നൊക്കെ ആരാ? സൂര്യ. ഇതൊക്കെ ജയ്ക്കും ദേവനും നന്നായിട്ടറിയാം. അമ്മ പറയുന്നൊക്കെ കാര്യം തന്നെ അമ്മേ. പക്ഷേ നമ്മുടെ മുഖത്ത് നോക്കി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ സംസാരിക്കുമ്പോ നമുക്ക് വിഷമം തോന്നാതിരിക്കൂ? എന്റെ അമ്മ, ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മള്. അപ്പൊ പിന്നെ സഹിക്കേ നിവൃത്തിയുള്ളൂ. അവർക്ക് ഭാവന ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഭാവനയുടെ ഭാവിയെ കരുതി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയമ്മായേ. ഈ പേരും പറഞ്ഞ് നമുക്കാർക്കും അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിൽ പിന്നെ ഇത് അവർക്ക് കൂടുതൽ സൗകര്യമാവും. ഇപ്പൊ തന്നെ ഏട്ടത്തിയെ സൂര്യ വിളിച്ചു വരുത്തു എന്നുള്ളത് ജയ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ജയ അവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം വെറുതെയാണെന്നുള്ളത് ഏട്ടത്തി അവിടെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാമേ, അല്ലാതെ സൂര്യയോടോ ആന്റിയോടോ എനിക്കൊരു ദേഷ്യമില്ല. തെറ്റെന്റെ ഭാഗത്തുണ്ടല്ലോ. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും പഴയ തെറ്റിനെ ചകഞ്ഞെടുക്കാനേ പലരും നോക്കത്തുള്ളൂ. നമ്മുടെയൊക്കെ നാടിന്റെ ശാപം അത് തന്നെയാ. ആന്റി ചില നേരത്തൊക്കെ മാന്യമായിട്ട് സംസാരിച്ചാലും